എന്നോടൊരു ക്രിസ്ത്യൻ അമ്മ ചോദിക്കുകയായിരുന്നു, വൈ ദർ ആർ ലോട്ട് ഓഫ് ഗോഡ്സ് ഇൻ ഹിന്ദുയിസം. എന്തിനാണ് ഹിന്ദുക്കൾക്ക് ഇത്രയധികം ദേവതമാരും ദേവന്മാരും? അപ്പൊ ഞാൻ അവരോട് പറയായിരുന്നു, നമ്മുടെ ഋഷീശ്വരന്മാരുടെ മഹത്വമാണ് ഇത്രയും ദേവന്മാരും ദേവതകളും. അതെന്തിനാണ് ഇത്രയും ദേവന്മാരും ദേവതകളും? ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരുന്നു, ഓരോ മനസ്സും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോ മനസ്സിന്റെയും സ്വഭാവത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് അവർക്ക് ആത്മീയ ഉന്നതിക്ക് വേണ്ടി അവർക്ക് അവരുടേതായൊരു രൂപത്തെ തെരഞ്ഞെടുത്തു പോവാനുള്ള സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ട്. അതായത് അവര് കണ്ടെത്തിയ മാർഗം അത് ശരിയാണെന്നും അതിലൂടെ പോവാൻ പാടുള്ളൂ എന്നൊന്നും നമ്മളെ അടിച്ചേൽപ്പിക്കാതെ നമുക്ക് നമ്മുടേതായൊരു മാർഗം തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദു ഗോഡ്സ് ആർ ടാക്സീസ് എന്ന് പറഞ്ഞു. ഞാൻ ഒരു ടാക്സി സ്റ്റാൻഡിൽ പോയാൽ ഒരുപാട് ടാക്സി നിങ്ങൾ കാണില്ലേ? ദേ ആർ ടാക്സീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ടാക്സി ഇടാം, അല്ലെങ്കിൽ ഉള്ള ഏതെങ്കിലും ടാക്സി എടുത്ത് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താം. ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് ദി ടാക്സി വിച്ച് യു ടേക്ക്. ഏത് ദൈവത്തിനെ നിങ്ങൾ പിടിക്കണോ എന്ന് അവർ കൺസേൺഡ് ആയിരുന്നില്ല. അവർ കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ടാക്സി എടുത്ത് നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തുമോ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ റിലീജിയനിൽ ഇത്രയും ദൈവങ്ങൾ വന്നത് ഞങ്ങളെ സംബന്ധിച്ച അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അവർ ഞങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കിയിരിക്കുന്നു, ഞങ്ങളെ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഹിന്ദുക്കൾ ഒരു ടാക്സി എടുക്കാതെ പോയി. എന്നാലല്ലേ അപകടമുള്ളൂ. ഇതാണ് നമുക്കുണ്ടായത്. അവർക്ക് അത് ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ആ വഴിയിലൂടെ പോവാൻ തയ്യാറായി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് എല്ലാവർക്കും ഒരു വഴിക്ക് പോവാൻ സാധ്യമല്ല. അത് നിൽക്കട്ടെ, നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചില കാര്യത്തിൽ അവർക്ക് പെർഫെക്ഷൻ ഉണ്ട് നമ്മളെക്കാളും. അപ്പോ ഈ ചോദ്യം നമ്മൾ ഉത്തരം കണ്ടെത്തിക്കൊള്ളണം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ വന്നിരിക്കുന്നത് പ്രതീക്ഷകൾ വെച്ച് ജീവിക്കാനല്ല. പ്രതീക്ഷകൾ വെച്ച് ജീവിച്ചത് കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് മറ്റൊരാൾക്ക് തരാൻ സാധ്യമല്ല. പിന്നെന്തിനാ ഞാൻ വന്നിരിക്കുന്നത്? ഉള്ള കഴിവുകളെയെല്ലാം പ്രകടിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഐ കെയിം ഹിയർ ടു എക്സ്പ്രസ്, നോട്ട് ടു എക്സ്പെക്ട്. ഇതൊക്കെ നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളണം നിങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ. ഇതിനാണ് ഗീത പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ഒരേപോലെയല്ല മനസ്സുകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒന്ന് ശക്തിയുള്ള മനസ്സാണെങ്കിൽ ഒന്ന് ശക്തി കുറഞ്ഞ മനസ്സാണ്. അപ്പൊ ഇവിടെ രണ്ട് മനസ്സുകൾക്കും ഒരിക്കലും ഒന്നാവാൻ സാധ്യമല്ല. ഒരിക്കലും ഒന്നാവാൻ സാധ്യമല്ല. പിന്നെ എന്ത് സാധിക്കും? രണ്ട് മനസ്സുകൾക്കും കൂടിച്ചേർന്നുകൊണ്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും.